അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? നമ്മളെപ്പോഴെങ്കിലും അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളില്ലേ, ഈ ദുന്യവിയായ ലോകത്ത് മാത്രമല്ല, നമുക്ക് ഉഖ്റവിയായ ലോകത്തും വളരെയധികം പ്രൊട്ടക്ഷനാണ്, വളരെയധികം രക്ഷയാണ്, സുരക്ഷയാണ്. കാരണം നമ്മൾ ചെയ്ത നന്മയും തിന്മയും പടച്ച റബ്ബ് ഹിസാബ് നടത്തുന്ന സമയത്ത് നമ്മുടെ ദോഷങ്ങൾ കാരണം, നമ്മുടെ ദോഷങ്ങളുടെ തൂക്കം കാരണം നമ്മൾ നരകത്തിലേക്ക് എറിയപ്പെടേണ്ട സാഹചര്യത്തിൽ പടച്ച റബ്ബ് നമുക്ക് നമ്മൾ ചൊല്ലിയ സ്വലാത്തിലൂടെയാണ് പിന്നെ രക്ഷ നൽകുന്നത്. മനസ്സിലായില്ലേ? ആ സ്വലാത്താണ് പിന്നീട് നമുക്ക് രക്ഷകനായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചൊല്ലുന്ന ഓരോരോ സ്വലാത്തുകളും നാളെയുള്ള ഉഖ്റവിയായ ലോകത്തെ വിജയകാരണത്തിൻ്റെ അത്രയും ഉറപ്പ് വരുത്തുന്ന ഒന്നാണ്, നമുക്ക് വിജയം ഉറപ്പ് തരുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളിലൂടെ നമ്മുടെ ദുന്യവിയായിട്ടുള്ള ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ മാത്രമാവരുത് വെക്കുന്നത്, ഉഖ്റവിയായിട്ടാണ് നമ്മൾ മെയിനായിട്ട് വെക്കേണ്ടത്. അതോടൊപ്പം ദുന്യാവ് പടച്ച റബ്ബ് തരും. ഒരാൾ ദുന്യാവ് ചോദിച്ചാൽ അവനക്ക് ദുന്യാവേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് വമൻ തൊലബൽ ആഖിറത ഫലഹു ദുന്യാ വൽ ആഖിറ എന്നാണ്. ഒരാൾ ആഖിറം ചോദിച്ചു കഴിഞ്ഞാൽ, ഉഖ്റവിയായ വിജയം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് ഓനിക്ക് ഓൻ്റെ ഔദാര്യമായിട്ട് പടച്ചോൻ്റെ കൃപയിൽ ദുനിയാവും വിജയത്തിലാക്കി കൊടുക്കും. ദുനിയാവിലും പടച്ച റബ്ബ് ഓനെ വിജയിപ്പിക്കും. മനസ്സിലായില്ലേ? ദുനിയാവ് മാത്രം നമ്മൾ ഒരമൽ കൊണ്ടും ചോദിക്കാണ്ടിരിക്കുക. ദുനിയാവിലുപരി ഉഖ്റവിയായ വിജയം, അതാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നമ്മൾ ചൊല്ലുന്ന ഓരോരോ സ്വലാത്തുകളിലൂടെയും പടച്ച റബ്ബ് നമ്മുടെ ബാത്തിനിയായിട്ട് ഒരുപാട് ശുദ്ധീകരണങ്ങൾ നടത്തി തരുന്നുണ്ട്. പടച്ച റബ്ബ് നമ്മൾ ഒരുപാട് നന്നാക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെങ്കിലും ഒരുപാട് തരത്തിൽ നമ്മൾ സംശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ദോഷങ്ങൾ പൊരുത്തപ്പെട്ട് തരുന്നുണ്ട്. നമ്മുടെ ദോഷങ്ങളിലേക്കുള്ള ആ ഒരു ടെൻഡൻസി പടച്ച റബ്ബ് കുറച്ച് തരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ നിത്യമായിട്ട് സ്വലാത്ത് പതിവാക്കുന്നവരാണെങ്കിൽ നമ്മുടെ മുമ്പത്തെ ബിഹേവിയറും ഇപ്പോഴത്തെ ബിഹേവിയറും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്താൽ അത് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? സ്വലാത്ത് പതിവാക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ സ്വഭാവം, സ്വലാത്ത് പതിവാക്കിയിട്ടുള്ള നമ്മുടെ സ്വഭാവം വളരെയധികം ഡിഫറൻസ് ആയിരിക്കും, വളരെയധികം വേരിയേഷൻ ഉണ്ടാവും. കാരണം അതാണ് സ്വലാത്ത്. നമ്മളെ സംശുദ്ധീകരിക്കുന്നുണ്ട്, നമ്മളെ നന്നാക്കുന്നുണ്ട്. അള്ളാഹു ഈ ഒരു പുണ്യ അമൽ നിത്യമായിട്ട് ചെയ്യാനുള്ള ചൊല്ലാളെ തൗഫീഖ് നൽകട്ടെ. ആമീൻ വഫഖനല്ലാഹ്. ഈ അമൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് കൊണ്ട് നടക്കാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.